ഗുഡ് മോർണിംഗ് മക്കളെ. എവിടം വരെയായി റിവിഷനൊക്കെ? എക്സാമിങ് അടുത്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എഴുതണം. ഓക്കെ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഞാൻ പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ 2 മാർക്ക് വരണമെന്നില്ല, ചിലപ്പോൾ വരും. ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. നോക്കി, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് സെയിം ടൈപ്പാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് ചോദിക്കുന്നത്. ഇറ്റ് വാസ് റിട്ടേൺ 21 ഇൻസ്റ്റെഡ് ഓഫ് 12 when the mean of 9 numbers are calculated. The mean obtained was 19. Then find out the mean when 12 is taken. അതായത് മീൻ കണ്ടുപിടിച്ചത് എത്ര നമ്പേഴ്സിൻ്റെയാണ്? 9 നമ്പേഴ്സിൻ്റെ മീനാണ് അവർ കണ്ടുപിടിച്ചത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മീൻ കിട്ടി എത്രയാണ്? 19 മീൻ 19 കിട്ടി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. 21 എഴുതി ഇൻസ്റ്റെഡ് ഓഫ് 12 എഴുതി കൂട്ടേണ്ട സമയത്ത്, അതായത് മീൻ കാണുമ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടോ വെച്ച് ഡിവൈഡ് ചെയ്യുമല്ലേ? ടോട്ടൽ അല്ലെ സം ഡിവൈഡ് ബൈ നമ്പർ ആണല്ലോ. പക്ഷെ അവര് 12 എന്നുള്ള സംഖ്യ കൂട്ടേണ്ടടുത്ത് 21 എഴുതിയ കൂട്ടി. അപ്പൊ മീൻ മാറിപ്പോയി കാണത്തില്ലേ, തെറ്റിപ്പോയില്ലേ? നമ്മളെ പോലെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നതാ, അതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനല്ല കേട്ടോ, നിങ്ങൾ നന്നായിട്ട് എഴുതുന്നവരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന മക്കളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ മീൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കി, നമുക്ക് മീൻ എങ്ങനെയാണ് കിട്ടുന്നത്? മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലോ. സം ഡിവൈഡ് ബൈ നമ്പർ. ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. ഇവിടെ മീൻ പറഞ്ഞിട്ടുണ്ട്. മീൻ എത്രയാ കിട്ടിയേക്കുന്നത്? നോക്കി, 19 മീൻ കിട്ടി. നമുക്ക് സം അറിയില്ല, പക്ഷെ എത്ര നമ്പർ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 9 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തു നീ സം കിട്ടത്തില്ലേ? ഞാൻ സം കാണാൻ പോവാണ്. സം എങ്ങനെയാ കാണുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സം ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് പോരും, ഇവിടെ ഡിവിഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം സം കാണുന്ന സം ഈസ് ഈക്വൽ ടു മീൻ ഇൻറ്റു നമ്പർ. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചോണ്ട് പോക്കോ. വരുവാണെങ്കിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഇങ്ങനെ ആയിരിക്കും അത് ചെയ്യേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻസ് വരാറില്ല. സം ഈസ് ഈക്വൽ ടു മീൻ ഇൻറ്റു നമ്പർ എന്നാണ്. അപ്പൊ സം, അതായത് 19 ഇൻറ്റു 9. 19 ഇൻറ്റു 9 എത്രയാ? 171 കിട്ടിയല്ലോ. 171 അത് കിട്ടി. ശരിയാണ്, 171 കിട്ടി സം. ഇനി പ്രശ്നം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ടോട്ടൽ കൂട്ടിയപ്പോ 12 എഴുതുന്നിടത്ത് 21 എഴുതിയത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 170. ഇപ്പൊ എഴുതാം, സബ്ട്രാക്ടിങ്. എത്ര സബ്ട്രാക്ട് ചെയ്യണം? നമ്മൾ എത്രയാ ചേർത്തത് അറിയാതെ 21 സബ്ട്രാക്ട് ചെയ്യുക. ആൻഡ് ആഡിങ് എത്ര ചെയ്യണം? 12. പറ്റിയ തെറ്റാണ്. 12 ചേർക്കേണ്ട സ്ഥലത്ത് 21 ചേർത്തു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുവാണ്? നമുക്ക് ടോട്ടൽ കിട്ടിയല്ലോ. ആ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ടോട്ടലിൽ നിന്ന് 21 അങ്ങ് സബ്ട്രാക്ട് ചെയ്യും, 12 അങ്ങ് ആഡ് ചെയ്യും. അപ്പൊ എഴുതാം 171 മൈനസ് 21 പ്ലസ് 12. അങ്ങ് ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 171 നിന്ന് 21 സബ്ട്രാക്ട് ചെയ്യുക, 150. അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്യുക, 2. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടി 162. അപ്പം ഒറിജിനൽ സം എത്ര ആയിരിക്കണം? നമ്മൾ അറിയാതെ 21 ആഡ് ചെയ്തപ്പോഴുള്ള സം ആയിരുന്നു 171. പക്ഷെ ശരിക്കും അതല്ല, 12 ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. അപ്പോഴത്തെ സം എത്രയാണ്? 162. അപ്പൊ നമുക്ക് എഴുതാം സം ഈസ് ഈക്വൽ ടു 162. ഇനി നമുക്ക് കാണേണ്ട, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒറിജിനൽ മീൻ, തെറ്റില്ലാത്ത മീൻ ഏതാണ്? മീൻ ഈസ് ഈക്വൽ ടു, മീൻ കാണുന്നത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ദാറ്റ് ഈസ് സം എത്രയാണ്? നമ്മുടെ പുതിയ സം 162 ബൈ നമ്മുടെ നമ്പേഴ്സ് എത്രയാണുള്ളൂ? 9 ആണ്. 162നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 9 72. അപ്പൊ എത്രയാണ് ഒറിജിനൽ മീൻ? എത്രയായിരിക്കും? 18 ആയിരിക്കും. പക്ഷെ നമ്മൾ തെറ്റിച്ചെഴുതുകൊണ്ട് മീൻ എത്രയായിരുന്നു കിട്ടിയേ? 19 ആയിട്ട്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അതും കൂടെ ഒന്ന് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേ? ദ മീൻ ഓഫ് 20 നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സ് എത്രയുണ്ട്? നമ്പർ 20 നമ്പേഴ്സ്. മീൻ എത്ര കിട്ടി? 22 കിട്ടി. ഫൈൻഡ് ഔട്ട് ദ മീൻ ഓഫ് നമ്പർ ഇഫ് 3 ഈസ് റിമൂവ്ഡ്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക, 3 മാറ്റിയിട്ട് അതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യണമെന്ന്. അപ്പൊ ആദ്യം നമ്മൾ മുമ്പേ കണ്ടതുപോലെ നമ്മൾ ആദ്യം എന്നാ കണ്ടുപിടിക്കണം?
സം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാണ്? മീൻ ഇൻറ്റു നമ്പർ. മീൻ എത്രയാണ്? 20 നമ്പരും മീൻ 22ഉം. അപ്പൊ എത്ര വരും? 440. അപ്പൊ സം എത്ര കിട്ടി? 440. അവർ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് സമ്മീന്ന് എത്രയാണ്? 440ന്ന് 3 റിമൂവ് ചെയ്യുക, 8 ആഡ് ചെയ്യുക. അപ്പൊ 440ന്ന് 3 അങ്ങ് സബ്ട്രാക്ട് ചെയ്തേ. എത്രയാണ്? 7 3 10 437 കിട്ടും അല്ലേ? 437. അതിൻ്റെ കൂടെ 8 ആഡ് ചെയ്തേ, 445. അപ്പൊ ആൻസർ എത്രയാണ്? 445. ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ മീൻ കാണണം. മീൻ ഇസ് ഈക്വൽ ടു 445 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ്. 20 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 445 ഡിവൈഡഡ് ബൈ 20 എടുത്തു. എത്രയാണ്? 2 into 2 40, 45. അത് 2 into 2 45. പോയിന്റ് കൊടുത്തു 5. 2 അതും അത്രയല്ലേ ഉള്ളൂ. 4 0 1 കൊടുത്തു 5 100. That is equal to 22.25. ന്യൂ മീൻ. പുതിയതായിട്ട് മീൻ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 22.25. ശരിയല്ലേ? കുറച്ച് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ആദ്യം സം കാണുക. അവർ തന്നിട്ടുള്ള മീൻ വെച്ചിട്ട് മീനും നമ്പറും വെച്ച് സം കാണുക. എന്നിട്ട് എത്രയാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആ ടോട്ടലിൽ നിന്ന്, ആ സമ്മിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, പുതിയ മീൻ കാണുക. ആ സം നമുക്ക് സബ്ട്രാക്ട് ചെയ്തത് കിട്ടുന്നില്ലേ? സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നില്ലേ? അതിൽ നിന്ന് സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നത് വെച്ച് നമ്മൾ മീൻ കാണുക. നമ്മുടെ നമ്പർ വെച്ച് സമ്മയെ ഡിവൈഡ് ചെയ്ത് മീനും കാണുക. മനസ്സിലായോ മക്കളെ? ഇത് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. കളയണ്ടല്ലോ 2 മാർക്ക്. ഓക്കെ, താങ്ക് യു.